നീട്ടി വിദ്യാഭ്യാസത്തിന് പുതിയ ചിറകുകൾ നൽകി നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകുന്ന ഈ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരം നഗരസഭ ഏറെ അഭിമാനത്തോടെ സംഘടിപ്പിക്കുന്ന മേയർ കെയർ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ആരംഭിക്കുന്ന ഈ ഒരു ചടങ്ങിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആദ്യം ഈശ്വര പ്രാർത്ഥന. ചിദംശം വിഭും നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരം ഓംകാരഗമ്യം ഗുണാതീതം അവ്യക്തമേകം തുരീയം പരം ബ്രഹ്മണ്യം വേദ തസ്മൈ നമസ്തേ തസ്മൈ നമസ്തേ നമസ്തേ. ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥ് GS അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ചെമ്പഴന്തി ഉദയൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ മേയർ അഡ്വക്കേറ്റ് VV രാജേഷ്, നഗരസഭയുടെ തന്നെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാർ, ചെയർപേഴ്സൺമാർ, നഗരസഭയുടെ ബഹുമാനിയായിട്ടുള്ള സെക്രട്ടറി, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ DD, നഗരസഭയുടെ തന്നെ ബഹുമാന്യരായിട്ടുള്ള കൗൺസിലർമാർ, മറ്റു ഉദ്യോഗസ്ഥന്മാർ, ഈ ബൃഹത്തായിട്ടുള്ള ഈ പദ്ധതിയിൽ പങ്കാളിയാകുന്ന നമ്മുടെ കുഞ്ഞുമക്കളെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, അഡ്വക്കേറ്റ് VV രാജേഷ് നേതൃത്വം കൊടുക്കുന്ന തിരുവനന്തപുരം നഗരസഭയിലെ 101 കൗൺസിലർമാർ അടങ്ങുന്ന ഈ നഗരസഭ തുടക്കം കുറിച്ചത് തന്നെ ചുമതലയേറ്റ ആ മാസം തന്നെ ഒരു തുടക്കം എന്നുള്ള ഒരു പരിപാടി നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നഗരസഭയുടെ പരിധിക്കുള്ളിലുള്ള മുഴുവൻ സ്കൂളിലെയും A ഗ്രേഡ് നേടിയ 800-ൽ പരം വരുന്ന നമ്മുടെ വിദ്യാർത്ഥികളായിട്ടുള്ള കലാകാരന്മാരെയും കലാകാരികളെയും നമ്മുടെ മാനവീയം രീതിയിൽ അവരുടെ അനുമോദന പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടാണ്. ഇപ്പോൾ നാളെ നമ്മുടെ സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ്. മേയർ കെയർ എന്ന മേയറുടെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള മേയർ കെയർ എന്ന പദ്ധതി അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി നഗരസഭയിൽ ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ്, തുടക്കം കുറിക്കാൻ പോവുകയാണ്. എന്താണ് മേയർ കെയർ പദ്ധതി എന്ന് സ്കൂൾ കുട്ടികളുടെ മാത്രം, വിദ്യാർത്ഥികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ല, എന്നാൽ തുടക്കം വിദ്യാർത്ഥികളാണല്ലോ. അതുകൊണ്ടാണ് തുടക്കം വിദ്യാർത്ഥികളിൽ നിന്നും തന്നെ തുടങ്ങാം എന്ന മേയറുടെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. മേയർ കെയർ നഗരസഭയിൽ വിവിധങ്ങളായിട്ടുള്ള മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ചെറുതാണെങ്കിൽ പോലും
അതിന് മേയറുടെ ഒരു കൈത്താങ്, മേയറുടെ ഒരു ഒരു കെയർ ഉണ്ടാവും എന്നുള്ളതാണ് ഈ പദ്ധതി. അതിനെ സംബന്ധിച്ച് ദീർഘമായിട്ടുള്ള നഗരസഭയുടെ ബഹുമാനിയായിട്ടുള്ള കൗൺസിലർമാരും ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ചകൾ മേയർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല മാതൃകയായിട്ടുള്ള ഒരു പദ്ധതിയാണ് മേയർ കെയറാക്കി മാറ്റുക എന്നതാണ് ആ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന്റെ ഫലമായിട്ടാണ് ഈ അധ്യയന വർഷത്തിൽ നമ്മുടെ സാധാരണ പറയും പോലെ നമ്മുടെ അധ്യാപകരെല്ലാം നാളെ സ്കൂളിലേക്ക് നമ്മുടെ മക്കളെ അവരെ സ്വീകരിക്കാൻ വേണ്ടി പ്രവേശനോത്സവം എന്ന പരിപാടിയിൽ അവരെല്ലാവരും വ്യാപൃതരാണ്. അപ്പൊ മേയർ പറയാണ് കേറി വാ മക്കളെ എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ, അതുകൊണ്ട് ഏതാണ്ട് 1000 ഹൈസ്കൂളിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് 1800 പരം രൂപ വരുന്ന ബാഗിന് മാത്രം 1200 രൂപയാവും. അങ്ങനെ തുടങ്ങി പഠനോപകരണങ്ങൾ നമ്മളെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുമ്പോൾ 1600 രൂപ ഏതാണ്ട് വരും. അതിന്റെ LP വിഭാഗം മുതൽ UP വരെ കൊടുക്കുന്നത് 2 തരത്തിലുള്ള കിറ്റുകളാണ് കൊടുക്കുന്നത്. അപ്പോ ആ പരിപാടി കടന്നു വരൂ മക്കളെ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ തുറക്കുന്ന ആ ദിവസം ഒരു വിദ്യാർത്ഥിയും, നഗരസഭയിലുള്ള ഒരു വിദ്യാർത്ഥിയും ബാഗ് തൂക്കാതെ, പുതിയ പഠന ഉപകരണങ്ങളില്ലാതെ അവൻ സ്കൂളിലേക്ക് പ്രവേശിക്കുവാൻ പാടില്ല. അവന് വിഷമമുണ്ടാവാൻ പാടില്ല. അവരുടെ മാതാപിതാക്കൾക്ക് പല സാഹചര്യങ്ങളിലൂടെ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും മക്കളുടെ കാര്യത്തിൽ അവർ വിഷമിക്കേണ്ടി വരരുത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സ്കൂളിലെ HM പ്രഥമ അധ്യാപകന്മാർക്ക് നമ്മുടെ DD വഴിയും നമ്മുടെ നഗരസഭ വഴി നിർദ്ദേശം കൊടുത്തത്. അവര് കണ്ടെത്തുന്ന വിദ്യാർത്ഥികൾ, ഇതിനകത്ത് ഏതൊരു ഇടപെടലുമില്ല. അവര് കണ്ടെത്തുന്ന, അവർക്കറിയാം, അധ്യാപകർക്കറിയാം വിദ്യാർത്ഥികളെ. അങ്ങനെ നേരിട്ടറിയാവുന്ന അധ്യാപകർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് 5000 പരം വരുന്ന പഠന ഉപകരണ കിറ്റ് ഇന്ന് ഇവിടെ ആരാധ്യനായിട്ടുള്ള മേയർ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. സുഹൃത്തുക്കളെ, സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഈ നഗരസഭയ്ക്കുള്ളത്. നോക്കൂ, വിദ്യാർത്ഥികളുടെ കായികവും കലാപരവുമായിട്ടുള്ള പുരോഗതി വർദ്ധിപ്പിക്കുവാൻ വിവിധങ്ങളായിട്ടുള്ള പദ്ധതിയാണ് ഈ നഗരസഭ വന്നതിന് ശേഷം ബഡ്ജറ്റിൽ വകകൊള്ളിച്ചിട്ടുള്ളത്. എന്തിനു പറയണം, 7 രൂപ പ്രഭാത ഭക്ഷണം വർഷങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് കൂടുതൽ കൊടുക്കുവാൻ, പക്ഷേ നമുക്ക് ഭരണ അനുമതി കിട്ടണം. പക്ഷേ പലതരത്തിലും ചർച്ച ചെയ്ത് 7 നിന്നും 10 രൂപയായി സാധാരണക്കാരന്റെ മക്കൾക്ക് സ്കൂളിൽ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി മാറ്റി വയ്ക്കപ്പെടുമ്പോൾ ഒരു മാസം ഏതാണ്ട് 49-50 ലക്ഷത്തോളം രൂപ നഗരസഭയ്ക്ക് അധികം ചെലവ് വരികയാണ്. എന്നാലും നഗരസഭയ്ക്ക് അതൊരു ബാധ്യതയല്ല, അതൊരു സന്തോഷപൂർവ്വം നമ്മുടെ സാധാരണ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കപ്പെടുകയാണ്. ആ 7 രൂപ കൊടുത്തുകൊണ്ടിരുന്ന സമയങ്ങളിൽ ഇത് പണം തികയുമോ എന്നുള്ള അധ്യാപക HMമാരും മറ്റ് അധ്യാപകരൊക്കെ തന്നെ പെടാപ്പാട് അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അവർക്കൊരു താങ്ങും തണലുമാകാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി ഭരണ അനുമതി കിട്ടി അത് ഈ വർഷം മുതൽ നടപ്പിലാകാൻ വേണ്ടി പോകുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ വിവിധങ്ങളായിട്ടുള്ള പദ്ധതി എന്ന് പറയുമ്പോൾ ഈ വർഷം നിങ്ങൾ നോക്കൂ, ഏതാണ്ട് ഫെബ്രുവരി മാസം 11-ാം തീയതി നഗരസഭയുടെ മുഴുവൻ HMമാരുടെയും പ്രിൻസിപ്പൽമാരുടെയും മേയർ നേരിട്ട് പങ്കെടുത്ത കോൺഫറൻസ് ഉണ്ടായിരുന്നു. അവർ നേരിടുന്ന നിരവധി വെല്ലുവിളികളെ സംബന്ധിച്ച് അവരാവശ്യപ്പെടുന്നത് പലതും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം 5 മാസത്തിനുള്ളിൽ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺഫറൻസ് കൂടുതൽ നടന്നിട്ടുണ്ടെങ്കിൽ നഗരസഭയുടെ സ്കൂളുകളിലുള്ള അധ്യാപകരുമായിട്ടാണ് മേയർ ഏറ്റവും കൂടുതൽ സംബന്ധിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ മക്കൾ, നമ്മുടെ വിദ്യാലയങ്ങൾ ഇന്ത്യയിൽ തന്നെ മാതൃകയായിരിക്കണം എന്ന ആഗ്രഹമാണ്. വരാൻ പോകുന്ന 5 വർഷം കൊണ്ടല്ല, വരാൻ പോകുന്ന ചുരുക്കം വർഷങ്ങൾ കൊണ്ട് തന്നെ അത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് 5 മാസം കൊണ്ട് ഈ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ എന്താണ് എന്ന് ഞാൻ ചുരുക്കി പറയാം. സ്കൂൾ പ്രവേശനത്തിന് നമ്മുടെ സ്കൂളുകൾ എല്ലാം വിറ്റ്നസ് കിട്ടണം. അതിന് ഡോർ ഉണ്ടാവില്ല, പൈപ്പ് ടാപ്പ് പൊട്ടിപ്പോവും, ഫാനുകൾ കറങ്ങില്ല, ഇലക്ട്രിക്കൽ ലൈനുകൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ചുവരുകൾ നമുക്ക് പെയിന്റ് ചെയ്യണം. ഒരു കളർ എന്ന നിലയ്ക്ക് നഗരസഭയുടെ എഞ്ചിനീയർ വിഭാഗം തയ്യാറാക്കിയിട്ടുള്ള
ബ്ലൂവും വൈറ്റുമായിട്ടുള്ള നഗരസഭയുടെ ഏത് സ്കൂളും അത് കണ്ടാൽ തിരിച്ചറിയണം എന്നുള്ള അടിസ്ഥാനത്തിൽ എല്ലാ സ്കൂളുകൾക്കും 5 ലക്ഷം രൂപ 5 ലക്ഷം രൂപ സ്കൂൾ മെയിൻ്റനൻസിന് വേണ്ടി മാത്രം വയ്ക്കുമ്പോൾ ഏതാണ്ട് 12 കോടിയോളം രൂപ 12 കോടി രൂപ ഈ നഗരസഭയുടെ സ്കൂളുകൾക്ക് മെയിൻ്റനൻസ് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നഗരസഭ മാറ്റിവെച്ചിരിക്കപ്പെടുകയാണ്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതി മിക്കവാറും സ്കൂളുകളിൽ പൂർത്തീകരിച്ചു വരാനായിട്ടുണ്ട്. അതേപോലെ തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന മരങ്ങൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെ സംബന്ധിച്ച് പതിറ്റാണ്ടുകളായി മരം വെട്ടിമുറിച്ച് സ്കൂൾ അങ്കണത്തിലിട്ടയ്ക്കുമ്പോൾ ഇഴജന്തുക്കൾക്ക് മാത്രം ജീവിക്കുവാനുള്ള ജീവികൾക്ക് മാത്രം ജീവിക്കാനുള്ള സ്കൂൾ ഗ്രൗണ്ടുകളും കോമ്പൗണ്ടുകളായി മാറുമ്പോൾ മേയർ ഇടപെട്ട് ആ തടികൾ മുഴുവനും ലേലം ചെയ്യേണ്ടതിന് ഒരു സ്ഥലത്തേക്ക് നഗരസഭയുടെ സ്ഥലത്തേക്ക് പല സ്ഥലത്തായി കിടക്കുന്നതിനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് അവിടെ നിന്ന് ലേലം ചെയ്ത് കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുക്കുവാൻ നമുക്ക് പതിറ്റാണ്ടുകൾ വേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. കൂടാതെ നമ്മുടെ സ്കൂളുകളിൽ 10 ക്ലാസ് റൂം ഉണ്ടെങ്കിൽ 7 സ്കൂൾ എന്ന് ആരംഭിച്ചോ ഇന്നേ വരെയുള്ള മുഴുവൻ ഡെസ്കുകളും മറ്റുപകരണങ്ങളും ശേഖരിക്കാൻ വേണ്ടി 3 റൂമുകളാണ്. അപ്പോൾ നമ്മളെ മക്കൾക്ക് പഠിക്കാൻ 3 ക്ലാസ് റൂമില്ല. 10 ക്ലാസ് റൂമിൽ പഠിക്കേണ്ട മക്കൾ 7 ക്ലാസ് റൂമിലായിട്ട് അതിനും ഒരു വ്യക്തമായ പദ്ധതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്നിച്ച് ശേഖരിച്ച് അത് പഴയ തടികളാണ്, അതിനെയെല്ലാം നല്ല മെയിൻ്റെനൻസ് ചെയ്തെടുത്ത് പുതിയതാക്കി മാറ്റി അത് വീണ്ടും ഉപയോഗിക്കുവാൻ പണം കൂടുതൽ പുതിയതിനു വേണ്ടി ചെലവാക്കാതെ നിസ്സാരമായിട്ടുള്ള തുകകൾ കൊണ്ട് പഴയതിനെ നല്ല തടികളെ തേക്കായി നല്ല ലാഭമായിരിക്കും, ആണി പോയതുണ്ടായിരിക്കാം, കാല് പോയതുണ്ടായിരിക്കാം, പക്ഷെ നിസ്സാരമായ പണികൾ അതെല്ലാം പരിഷ്കരിച്ച് പോളിഷ് ചെയ്ത് മാറ്റാൻ വേണ്ടി നമുക്ക് വലിയ പണച്ചെലവില്ലാതെ അങ്ങനെയുള്ള പദ്ധതികൾ നിരവധി പദ്ധതികളാണ്. പുതിയ നല്ല ലാബുകൾ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ 4000 കോടി രൂപ മുടക്കി കഴിഞ്ഞ നമ്മുടെ ഈ ഭരണസമിതി നമുക്ക് സ്കൂളുകൾ 116 സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറപ്പെടുകയാണ്. അത് ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ആരാധ്യനായിട്ടുള്ള മേയർ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷവും അതുപോലെ വെച്ചിട്ടുണ്ട്. ഇന്ററാക്ട് ബോർഡ് ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യയിൽ നമ്മളെ മക്കളെ പഠിപ്പിക്കുവാൻ നഗരസഭ എല്ലാ ക്ലാസ്സിലും ഉണ്ടാക്കാനുള്ള ബൃഹത്തായ പദ്ധതികൾ. ആ പദ്ധതികൾ എല്ലാം ഇവിടുത്തെ നികുതി കിട്ടുന്ന പണവും സർക്കാരിന്റെ പണം മാത്രമല്ല, ഈ നാട്ടിൽ ഈ മേഖലയിൽ പണം ചെലവാക്കുവാൻ, കോടികൾ ചെലവാക്കുവാൻ, ലക്ഷങ്ങൾ ചെലവാക്കുവാൻ 1 രൂപയാണെങ്കിലും മേയർ കെയറിലൂടെ നമുക്ക് നഗരസഭയുടെ ബാധ്യതയില്ലാതെ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു ബൃഹത്തായ പരിപാടിയാണ് മേയർ കെയർ. ഈ പരിപാടി കൂടുതൽ വിശദീകരിക്കുവാനും ഒക്കെ തന്നെ ഉണ്ട്. എന്നാലും ഈ ബാഗുകളിൽ അടങ്ങിയിരിക്കുന്നത് സ്കൂൾ ബാഗ് 1 നോട്ട്ബുക്ക് 7 അതേപോലെ തന്നെ ജോമെട്രി ബോക്സ് 1, പെൻസിൽ 5, വാട്ടർ ബോട്ടിൽ 90 മില്ലി വെള്ളം കൊള്ളുന്ന സ്റ്റീലാണ്, പ്ലാസ്റ്റിക് അല്ല, സ്റ്റീൽ. അങ്ങനെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുമ്പോൾ LP UP വിഭാഗത്തിനായി നോട്ട്ബുക്ക് 5, പെൻസിൽ, പെൻ, കട്ടർ, റബ്ബർ അതെല്ലാം കൂടി കിറ്റായിട്ട് 1 കിറ്റ്, പെൻസിൽ ബോക്സ് 1, അംബർല 1, അതേപോലെ തന്നെ വാട്ടർ ബോട്ടിൽ 1, സ്കൂൾ ബാഗ് 1. അങ്ങനെ ഏറ്റവും നല്ല കിറ്റായി നമ്മുടെ മക്കൾ സ്കൂളിൽ സന്തോഷത്തോടു കൂടി പഠിച്ചു. ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാവുന്ന ഒരു നഗരസഭ, ഏറ്റവും കൂടുതൽ കലാരംഗത്തും കായിക രംഗത്തും ഏറ്റവും നല്ല വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്ന നഗരസഭ, ഏറ്റവും കൂടുതൽ സ്കൂൾ ഡിവിഷനുകൾ കട്ട് ചെയ്യാതെ പുതിയ ഡിവിഷൻ വരുന്ന, ഇപ്പൊ തന്നെ നമുക്ക് എത്ര ക്ലാസ്സുകൾ കട്ടായിട്ടുണ്ട്. പക്ഷേ വരാൻ പോകുന്ന വർഷങ്ങളിൽ കൂടുതൽ അഡ്മിഷൻ, 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ ഉണ്ടായാലേ നമ്മുടെ ഹയർ സെക്കൻഡറി വരെ നമുക്ക് മക്കളുണ്ടാവും. നമ്മൾ അധ്യാപകർക്ക് പഠിപ്പിക്കുവാൻ വിദ്യാർത്ഥികൾ ഉണ്ടാവും. നാം ശ്രദ്ധിക്കേണ്ടത് ഹയർ സെക്കൻഡറി അല്ല, 10ാം ക്ലാസ് അല്ല, നമ്മുടെ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ കൂട്ടണം. ആ ദൗത്യം ഈ നഗരസഭയുടെ അധ്യാപകർ ഏറ്റെടുക്കും എന്ന് ഞാൻ പ്രത്യാശിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യാൻ ആരാധനായ മേയറെ നിങ്ങൾ ഏവരുടെയും പേരിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അധ്യക്ഷനാണ് നഗരസഭ ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ നഗരസഭയുടെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ M.R. ഗോപൻ അവരുകളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരമന അജിത്തിനെ സ്വാഗതം ചെയ്യുന്നു. ടൗൺ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ പാറ്റൂർ രാധാകൃഷ്ണനെ സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരിയായ നമ്മുടെ സെക്രട്ടറിയെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രതിപക്ഷ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നും പങ്കെടുക്കുന്ന നമ്മുടെ മേരി പുഷ്പം ഇന്റർനാഷണൽ കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നു. ശ്രീ അരുൺ LDFന്റെ ഭാഗത്തു നിന്നും അരുണിനെ സ്വാഗതം ചെയ്യുന്നു. രഞ്ജിത്ത് രഞ്ജിത്തിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ശാസ്തമംഗലം കൗൺസിലറുടെ പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ ശ്രീലേഖ മേഡത്തിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ DD സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള മരാമത്ത് നമ്മുടെ 5 ലക്ഷം രൂപ വീതം നമ്മളെ അതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൂളുകൾക്ക് നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള മഞ്ജു അവറുകളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള അഡീഷണൽ സെക്രട്ടറി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ പ്രിൻസിപ്പൽ, HM, മറ്റ് അധ്യാപകർ, നഗരസഭയുടെ നമ്മുടെ കൗൺസിൽ അംഗങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ അവരുടെ രക്ഷകർത്താക്കൾ, മറ്റു ഉദ്യോഗസ്ഥർ, മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥ് അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട തിരുവനന്തപുരം നഗരത്തിന്റെ പിതാവ്, ഈ മേയർ കെയർ പ്രോജക്ട് ഇനിഷ്യേറ്റീവ് എടുത്ത നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മേയർ ശ്രീ VV രാജേഷ് അവർ, ഇവിടെ ആശംസകൾ പറയുവാനായി എത്തിയിട്ടുള്ള വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ കരമന അജിത്ത് അവർ, സ്വാഗതം ആശംസിച്ച വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ചെമ്പഴന്തി ഉദയൻ അവർ, അതുപോലെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ M.R. ഗോപൻ അവർ, മരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മഞ്ജു GS, നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ M. രാധാകൃഷ്ണൻ അവർ, അതുപോലെ ശ്രീലേഖ മാഡം, അതുപോലെ മേരി പുഷ്പം ജി, അതുപോലെ സെക്രട്ടറി, മറ്റു അഡീഷണൽ സെക്രട്ടറി, അതുപോലെ 6ാം വാർഡ് കൗൺസിലറായിട്ടുള്ള ശ്രീ രഞ്ജിത്ത് അവർ, മറ്റു വേദിയിലിരിക്കുന്ന മഹനീയ സാന്നിധ്യങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹ കൗൺസിലർമാരെ, പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷകർത്താക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വേദിയിൽ നിൽക്കുന്നത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മേയറോട്. കാരണം ഇങ്ങനെ ഒരു പദ്ധതി തിരുവനന്തപുരം നഗരസഭയിൽ കൊണ്ടുവന്നതിന്, അത് നമ്മൾ എല്ലാത്തരം ഒറ്റക്കെട്ടായി അതിനുവേണ്ടി പ്രയത്നിച്ചതിന് നമ്മുടെ സഹ കൗൺസിലർമാരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതൊരു സാധാരണ ഒരു പദ്ധതിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. കാരണം ഈ ഒരു പദ്ധതി വഴി നേരത്തെ സൂചിപ്പിച്ച പോലെ ഏകദേശം 5000-ലധികം കുട്ടികൾക്കാണ് നമ്മൾ 101 വാർഡുകളിലുമായിട്ട് 5000-ലധികം കുട്ടികൾക്കാണ് നമ്മൾ കിറ്റുകൾ കൊടുക്കുന്നത്. നേരത്തെ സ്വാഗത പ്രസംഗം പറഞ്ഞ നമ്മുടെ ചെയർമാൻ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു. കുട്ടികൾക്ക് ബാഗ്, കുട, പുസ്തകങ്ങൾ, പേന, പെൻസിൽ, ബോക്സ് തുടങ്ങിയ പഠനോപകരണങ്ങളാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ പഠനയാത്ര കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് ഈ മേയർ കെയർ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു എല്ലാവരും, വളരെ ആത്മാഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ സാധിക്കും, ഇത് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നോ അതുപോലെ തന്നെ പ്ലാൻ ഫണ്ടിൽ നിന്നോ 1 രൂപ പോലും ഇതിനു വേണ്ടി എടുത്തിട്ടില്ല എന്നുള്ളത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് സുമനസ്സുകളുടെ സഹായവും, അതുപോലെ തന്നെ മേയർ അത് സൂചിപ്പിക്കും, നിരവധിയായിട്ടുള്ള ബാങ്കുകളുടെയും ഒക്കെ തന്നെ CSR ഫണ്ട് മുഖേനയൊക്കെ തന്നെയാണ് സഹായങ്ങൾ നമുക്കിവിടെ എത്തിയിട്ടുള്ളത്.
ഈ ഒരു പദ്ധതി നമുക്കറിയാം, ഇത് ഒരു പാക്കിങ്ങുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള വീഡിയോസും ഒക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഇത് കണ്ട് രാവിലെ ഞാൻ മേയറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു, ഇപ്പോഴും നിരവധിയായിട്ടുള്ള ആളുകൾ തിരുവനന്തപുരം നഗരസഭയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. ഇനിയും ബാഗുകളും അതുപോലെ തന്നെ ബുക്കുകളും ഒക്കെ തന്നെ സ്പോൺസർ ചെയ്യുന്നതിനും ഒക്കെ തന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്കറിയാം, ഞാൻ നേരത്തെയും 2 ടേം കൗൺസിലറായിരുന്നു, ഇപ്പൊ 3ാമത്തെ ടേമാണ് കൗൺസിലർ. പക്ഷേ ഇതുവരെയും ഇങ്ങനെ ഒരു പദ്ധതി ഓൺ ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് ചെയ്യുന്നു അല്ലെങ്കിൽ പാൻ ഫണ്ടിൽ നിന്ന് ചെയ്യുന്ന ഒരു പദ്ധതി അല്ലാതെ ഇങ്ങനെ ഒരു പദ്ധതി തിരുവനന്തപുരം നഗരസഭയിൽ യാഥാർത്ഥ്യമായത് ഇതുവരെയും കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു പദ്ധതി വരുമ്പോൾ തീർച്ചയായിട്ടും, കാരണം എനിക്ക് അതിനേക്കാൾ കൂടുതൽ സന്തോഷം തോന്നിയത് ഈ ഒരു പദ്ധതി നമ്മൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി നമുക്കറിയാം 5000-ഓളം ബാഗുകൾ, ബാക്കി പഠനോപകരണം ഒക്കെ തന്നെ ഇവിടെ നമ്മൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അത് പാക്ക് ചെയ്യുന്നതിന് ഇവിടെ ഓരോ കൗൺസിലറും രാത്രിയെന്നില്ല പകലെന്നില്ല, ഇവിടെ BJP കൗൺസിലേഴ്സ് ഒന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൗൺസിലേഴ്സ് ഒന്നോ CPM കൗൺസിലേഴ്സ് ഒന്നോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. സ്വന്തം മക്കൾക്ക് എങ്ങനെയാണോ ഒരു ബാഗ് പാക്ക് ചെയ്യുന്നത് അതേപോലെ, അതായത് സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ മക്കൾക്ക് എങ്ങനെയാണ് നമ്മൾ ബാഗ് പാക്ക് ചെയ്യുന്നത്, കുടകളും അതായത് ബുക്കുകളും ഒക്കെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാക്ക് ചെയ്യുന്നത് പോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ കൗൺസിലർമാരും രാഷ്ട്രീയമൊന്നും നോക്കാതെ ഈ ഒരു പദ്ധതി പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി നിന്നു. അതിന് ഇവിടെ ഇരിക്കുന്ന എന്റെ എല്ലാ സഹ കൗൺസിലർമാരോടും ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മേയർ കെയർ എന്ന് പറയുന്ന പദ്ധതിയുടെ ഫസ്റ്റ് പ്രോജക്റ്റ് മാത്രമാണിത്. കാരണം ഇത് നമ്മൾ തുടക്കത്തിൽ നമ്മുടെ മേയർ സ്കൂൾ ജൂണായിട്ട് നമ്മുടെ സ്കൂളുകളൊക്കെ തന്നെ തുറക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് ഒരു ആദ്യമേ തന്നെ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ വക, നമ്മുടെ മേയറുടെ വക, തിരുവനന്തപുരം നഗരസഭയുടെ ടീമിന്റെ വക ഒരു സമ്മാനമായിട്ടാണ് ഈ ഒരു മേയർ കെയർ പദ്ധതി നിങ്ങൾ എല്ലാവരും കാണേണ്ടത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു പൈലറ്റ് പ്രോജക്റ്റ് മാത്രമല്ല, ഇനി ഒരുപാട് പ്രോജക്റ്റുകൾ മേയർ കെയറിന്റെ രീതിയിൽ വരുവാനായിട്ട് പോകുകയാണ്. ഇപ്പോൾ നേരത്തെ ചെമ്മൻ ഉദയൻ ചേട്ടൻ, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു, നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ ഇനിയും വരാനായിട്ട് പോകുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരുവനന്തപുരം നഗരസഭ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സൂചിപ്പിച്ചു. ഇപ്പൊ എന്തായാലും ഇപ്പോ അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ല. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ, കാരണം സ്കൂൾ കിറ്റ് വാങ്ങുന്നതിന് വേണ്ടി ഇരിപ്പുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ പുഞ്ചിരി കാണാനാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ച് നല്ല രീതിയിൽ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ എഞ്ചിനീയേഴ്സ് ആവാനായിരിക്കാം, ഡോക്ടേഴ്സ് ആവാനായിരിക്കാം, സയന്റിസ്റ്റ് ആവാനായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ജനസേവകരാവാനായിരിക്കാം, ഒക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം. എന്നാലും ഏറ്റവും നല്ല ഹ്യൂമൻ ബീങ് ആയി വളർന്നു വരിക, അതിനു വേണ്ടിയിട്ടായിരുന്നു, അതായിരിക്കണം നമ്മുടെയൊക്കെ തന്നെ ലക്ഷ്യം. അതാണ് നമ്മൾ കാണേണ്ടത്. ഇനി നമ്മൾ കോർപ്പറേഷൻ വരുമ്പോൾ ഇവിടെയൊക്കെ നമ്മളെല്ലാവരും മാതൃകയാകുന്ന കുട്ടികളായിട്ട് വേണം നിങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുവാൻ വേണ്ടിയിട്ട്. അതുപോലെ പ്രിയപ്പെട്ട അധ്യാപകരെ ഇവിടെ ഇരിക്കുന്നത്, കാരണം ഈ കുട്ടികളൊക്കെ തന്നെ ഇവിടെ എത്തിയത് നിങ്ങളൊക്കെ തന്നെ സെലക്ട് ചെയ്തവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന കൗൺസിലേഴ്സ് ഒന്നും തന്നെ സെലക്ട് ചെയ്തവരൊന്നുമല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കറിയാം. കാരണം അച്ഛനമ്മമാരെക്കാളും കൂടുതൽ സമയം അധ്യാപകരോടാണ് കുട്ടികൾ കൂടുതൽ ഇരിക്കുന്നത്. കാരണം ഈ പേടിയുള്ള ഒരു കുട്ടിയെ ആത്മവിശ്വാസമുള്ള കുട്ടിയായി വളർത്തിക്കൊണ്ട് വരുന്നത് നിങ്ങൾ ഓരോ അധ്യാപകരുമാണ്. തീർച്ചയായിട്ടും അവരുടെ വളർച്ചയിലൊക്കെ തന്നെ നിങ്ങളുടെ പങ്കുണ്ട്. തീർച്ചയായിട്ടും അവരെ മാതൃകാപരമായി വളർത്തിക്കൊണ്ട് പോകുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ ഒക്കെ തന്നെ എല്ലാവർക്കും നമ്മുടെ മക്കളെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ പഠിക്കുവാൻ വേണ്ടി മാത്രം പഠിക്കണം. തീർച്ചയായിട്ടും പഠിച്ച് നല്ല രീതിയിൽ വളരണം. പക്ഷെ പഠിത്തം മാത്രം പോരാ. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നല്ല രീതിയിൽ സമൂഹത്തിന് മാതൃകയാകുന്ന തലത്തിൽ വളർത്തിക്കൊണ്ട് വരുവാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുക. അതുപോലെ നമ്മുടെ ഒരിക്കൽ കൂടി ഞാൻ എന്റെ കുഞ്ഞു മക്കളോട് ഒരിക്കൽ കൂടി പറയുകയാണ്, ഞാൻ അബ്ദുൽ കലാം സാറിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയുകയാണ്, നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, നമ്മൾ സ്വപ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം. നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് സ്വപ്നങ്ങൾ കാണുക. ആ സ്വപ്നം നിങ്ങളെ ഉറക്കം കെടുത്തിട്ട് നമ്മുടെ നല്ല ലക്ഷ്യബോധത്തോട് വളർന്നു വരട്ടെ. സമൂഹത്തിന് മാതൃകയാവുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളർന്നു വരുവാൻ സാധിക്കട്ടെ. അതിന് തീർച്ചയായിട്ടും നമ്മുടെ നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. ഒരു കുട്ടി സൗഹൃദ നഗരമാക്കി തിരുവനന്തപുരം നഗരത്തെ മാറ്റുവാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട ആരാധ്യനായിട്ടുള്ള നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുവാനാണ് കാത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം നഗരത്തിന്റെ പിതാവ് ശ്രീ VV രാജേഷ് അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
സമർപ്പണ ബോധത്തോടെയുള്ള പ്രവർത്തനങ്ങളും വികസന കാഴ്ചപ്പാടുകളും കൊണ്ട് 5 മാസം കൊണ്ട് തന്നെ ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ. നഗരത്തിന്റെ പുരോഗതിക്കും ജനക്ഷേമത്തിനും വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മേയറിനെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഏകദേശം 1.5 മണിക്കൂറിൽ കൂടുതലായി എല്ലാവരും വന്നിട്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. പരിപാടിയുടെ അധ്യക്ഷ കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥ് 2 തവണ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും പേരിലേക്ക് കടക്കുന്നില്ല. വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, കോർപ്പറേഷൻ ജീവനക്കാർ, മറ്റ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ സ്കൂളുകളിൽ നിന്നും വന്നിട്ടുള്ള അധ്യാപകർ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, മാധ്യമപ്രവർത്തകർ, എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടിയെക്കുറിച്ച് ഇവിടെ കാര്യമായിട്ട് സ്വാഗത പ്രസംഗകനും ഡെപ്യൂട്ടി മേയറും ഒക്കെ തന്നെ പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ചപ്പോഴും ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷവും ഒരു പുതിയ കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചു. അതായത് കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരും അവരാണല്ലോ ഭരണാധികാരികളായി മാറുന്നത്, കുറച്ച് ജീവനക്കാരും ചേർന്നിരുന്നു കൊണ്ട് ഒരു കോർപ്പറേഷൻ്റെ 5 വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളും എങ്ങനെ പോകണം, എങ്ങനെ ആയിരിക്കണം എന്ന് ഡിസൈൻ ചെയ്ത് വരുന്ന ഒരു പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഓരോ മേഖലയിലുമുള്ള വിദഗ്ധരുമായി അഭിപ്രായങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവരുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കോർപ്പറേഷനിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന നികുതി വിഹിതം ചേർന്ന ഓൺ ഫണ്ടും ചേർന്നുകൊണ്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്കപ്പുറം നമ്മുടെ കോർപ്പറേഷനെ സ്നേഹിക്കുന്ന, ഈ കോർപ്പറേഷനെ സഹായിക്കുവാൻ തയ്യാറായിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാർ പുറത്തുണ്ട്. അവരുടെ ഉൾപ്പെടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം സൃഷ്ടിച്ചുകൊണ്ട് അവരിൽ നിന്നും പരമാവധി സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും, നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ പ്രവർത്തനം പല മേഖലകളിലും എത്തിക്കുവാൻ സാധിക്കും. ഇങ്ങനെ നടന്ന വളരെ വിശദമായിട്ടുള്ള ചർച്ചകളുടെയും ഗവേഷണങ്ങളുടെയും ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടത്. ഇവിടെ മേയർ കെയർ എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നതെങ്കിലും അത് ഒരു വ്യക്തിയുടെ ആശയമോ ഒരു വ്യക്തിയുടെ പ്രയത്നഫലമായി ഉണ്ടായതല്ല, ഒരു പോസ്റ്റിലിരിക്കുന്ന ആളുടെ പ്രയത്നഫലമായി ഉണ്ടായതല്ല. ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരാശയമാണത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയം തിരഞ്ഞെടുത്തതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പലരും ചോദിച്ചു. വളരെ നേരത്തെ തന്നെ ഈ ഭരണസമിതി പറഞ്ഞു 2047 ആകുമ്പോഴേക്കും ലോകത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഭാരതമായിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അത് 2014 ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ നിമിഷവും നടത്തിയ പ്രവർത്തനങ്ങൾ, ആദ്യം രാജ്യത്തെമ്പാടും ശൗചാലയങ്ങൾ, സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി സ്കൂളുകളിൽ വൃത്തിയുള്ള ടോയ്ലറ്റുകൾ നിർമ്മിക്കുക. അതോടൊപ്പം തന്നെ നാട്ടിൽ സ്വച്ഛ ഭാരത് നടപ്പിലാക്കിക്കൊണ്ട് രാജ്യം മുഴുവനും വൃത്തിയുള്ളതാക്കി മാറ്റുക. അതിൻ്റെ തുടർച്ചയായിട്ട് 2014 ജൂൺ 21-ാം തീയതി, മെയ് മാസത്തിൽ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ജൂൺ 21-ാം തീയതി തന്നെ ഇന്റർനാഷണൽ യോഗാ ദിനമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അത് ആചരിക്കുക. അങ്ങനെ ഓരോ മേഖലയിലും ഈ രാജ്യത്തെ ജനതയുടെ ആരോഗ്യവും അറിവും വർദ്ധിപ്പിക്കുക എന്നുള്ള നിലപാടോടുകൂടി ഒരു ഗവൺമെന്റ് 2014 മുതൽ 2026 വരെ എത്തിയപ്പോഴേക്കും നമ്മുടെ രാജ്യം സാമ്പത്തികമായും സൈനികമായും പ്രതിരോധ രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും ബഹിരാകാശ ഗവേഷണ രംഗത്തും ആരോഗ്യ രംഗത്തും ഉൾപ്പെടെ വിദേശ നയ രംഗത്തുൾപ്പെടെ തീർച്ചയായിട്ടും ഭാരതത്തിന്റെ സ്ഥാനം ഇന്ന് ഓരോന്നോരോന്നായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി ഈ സ്കൂൾ തുറപ്പ് ദിവസങ്ങൾ, പുതിയ അധ്യയന വർഷത്തിന്റെ ദിനങ്ങൾ പ്രയോജനപ്പെടുത്തിയതിന്റെ പ്രാധാന്യം. ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള കുട്ടികൾക്കാണ് ഒരു സഹായം ഈ കോർപ്പറേഷൻ നൽകുന്നത്. അതായത് ഒരു 15-16 വയസ്സ്, 5 വയസ്സിനും 16 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്കാണ് ഈ സഹായം നൽകുന്നത്. അപ്പോൾ 20 വർഷം കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 100ാം വാർഷികം 2047 ആഘോഷിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് ഇന്ന് 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് അന്ന് 25 വയസ്സായിരിക്കും. ഇന്ന് 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് അന്ന് 35 വയസ്സായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുവാൻ സാധിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ കുട്ടികൾ. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ മുതൽ തന്നെ ഞങ്ങളെ സംരക്ഷിക്കുവാൻ നമ്മുടെ രാഷ്ട്രം കൂടെയുണ്ട്.
ഒരു സിസ്റ്റം കൂടെയുണ്ട്. ഞങ്ങൾ ജീവിക്കുന്ന ജനിച്ചു വളർന്ന കോർപ്പറേഷൻ കൂടെയുണ്ട്. ഞങ്ങൾ നികുതി അടയ്ക്കുന്ന കോർപ്പറേഷൻ ഞങ്ങൾക്കൊരാവശ്യം വന്നാൽ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം രൂപപ്പെടുത്തിയ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ പരിപാടിയുടെ ഞങ്ങൾ നൽകുന്നത്, ഞങ്ങൾ വ്യക്തമാക്കുന്നത്. ഇവിടെ പറയുമ്പോഴേക്കും വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഗവൺമെൻറ് സ്കൂളിലെയും എയ്ഡഡ് സ്കൂളിലെയും, ചില എയ്ഡഡ് സ്കൂൾ എയ്ഡഡ് എന്ന് പേരേ ഉള്ളൂ, ആ സ്കൂളിലൊക്കെ തന്നെ ഒരുപാട് പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്നവർ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ പഠിച്ച തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും ഒരു ഗ്രാമീണ മേഖലയിലെ സർക്കാർ സ്കൂളിലാണ്. സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്ന് കൈയുയർത്താമോ? വന്നിട്ടുണ്ടോ? ആ, ഓക്കെ. ഇതേപോലെയൊക്കെ തന്നെയാണ് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നപ്പോഴേക്കും, ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ് ഞങ്ങളൊക്കെ. ഞാൻ ഒന്നാമത്തെ ബെഞ്ചിലല്ല, രണ്ടാമത്തെയോ നാലാമത്തേൽ പോയിട്ടില്ല, രണ്ടാമത്തെയോ മൂന്നാമത്തെ, എൻ്റെ ചില ബന്ധുക്കളൊക്കെ അടുത്ത ടീച്ചേഴ്സ് ആയിരുന്നുണ്ട്, രണ്ടാമത്തെ മൂന്നാമത്തെ ബെഞ്ചിൽ ഇരുന്ന്. അപ്പോൾ ഒരു മൂന്നാമത്തെ ബെഞ്ചിലൊക്കെ ഇരുന്ന ക്ലാസ്സിലെ, ഒന്നാമത്തെ ബെഞ്ചിൽ ഇരുന്ന ടീച്ചറിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ ബെഞ്ചിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും ഇടപെടാൻ പറ്റും, പുറകോട്ട് ഇടപെടാം, മുമ്പോട്ട് ഇടപെടാം, എല്ലാ കാര്യങ്ങളും ഇടപെടാൻ പറ്റുന്നതുകൊണ്ട് മൂന്നാമത്തെ രണ്ടാമത്തെയൊക്കെ ബെഞ്ചിൽ ഇരുന്നിട്ടാണ് പഠിച്ചിട്ടുള്ളത്. മഴ വരുമ്പോഴേക്കും എനിക്കറിയാം, സ്കൂൾ തുറന്ന് നമ്മൾ ബുക്കും ബാഗും ഒക്കെ അതിനകത്തുള്ള എല്ലാ നേരത്തെ ചെമ്പഴത്തേക്ക് പറഞ്ഞാൽ ബെഞ്ച് ആടുന്ന ബെഞ്ച് ഉണ്ടാകും. അപ്പോൾ ടീച്ചർ ചോദ്യം ചോദിച്ചിട്ട് മറ്റേ ആൾ ഇരിക്കുമ്പോൾ ബെഞ്ചിന് അങ്ങോട്ട് നിൽക്കും, അപ്പോൾ ഒരാളുടെ കാല് ബെഞ്ചിൻ്റെ ഇടയിലാവും. ഇങ്ങനെയുള്ള എല്ലാ കലാപരിപാടികളും 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും തറയിലിരുന്ന് പഠിക്കുമ്പോഴേക്കും ഒരു റബ്ബർ എസ്റ്റേറ്റിൻ്റെയൊക്കെ നടുക്കായിരുന്നു ഞങ്ങളുടെ സ്കൂൾ. അവിടെ റബ്ബർ ചൂടുകാലത്തൊക്കെ റബ്ബറിൻ്റെ വിത്തുണ്ടാകും. ഇതിനെ തറയിലിട്ട് ചൂടായി കഴിഞ്ഞാൽ ഉരച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. ഇത് തൊട്ടടുത്തിരിക്കുന്ന ആളുടെ കാലിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഇയാൾ ചാടി എഴുന്നേക്കും. ഇതൊക്കെ തന്നെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ തന്നെ ചെയ്ത് വളർന്നത് കൊണ്ട് തന്നെ അന്നുണ്ടായ സൗഹൃദവും നിഷ്കളങ്കമായ മനസ്സുകളുടെ കൂടിച്ചേരലുകളും അതിൻ്റെയും, അപ്പോൾ ടീച്ചർ സ്വാഭാവികമായിട്ട് ഒന്നിൽ അയാൾക്ക് തല്ലു കൊടുക്കില്ലേ, നമുക്ക് തല്ലു കിട്ടും. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ സാധാരണ സർക്കാർ സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ സൗന്ദര്യം അറിയാം. അതോടൊപ്പം തന്നെ കണ്ടിട്ടുള്ളത്, നമ്മളിപ്പോൾ സ്കൂളിൽ ഞങ്ങളൊരു 40-45 ഉണ്ടായിരുന്നത് ഉണ്ടെങ്കിൽ ഒരു 10-15 പേരെങ്കിലും സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗം, വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടാണ്. അച്ഛന് ജോലിയില്ല, അമ്മയ്ക്ക് ജോലിയില്ല, അച്ഛൻ മരണപ്പെട്ട് അമ്മയില്ല, അല്ലെങ്കിൽ അച്ഛൻ വീട്ടിൽ മദ്യപിക്കും, പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഇവരൊക്കെ സ്കൂളിൽ വരുമ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് പോലെ ഇവർക്ക് ബാഗ് കാണില്ല, ചിലർക്ക് കുട കാണില്ല, ചിലർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കില്ല. അപ്പം ഇപ്പോൾ ജൂൺ 1-ാം തീയതി ആകുമ്പോൾ ഇപ്പോഴത്തെ പോലെയല്ല, അന്ന് ജൂൺ 1-ാം തീയതി രാവിലെ മഴ പെയ്തിരിക്കും. മഴ ഒരു ദിവസം പെയ്യില്ലങ്ങ് പെയ്യും. പലർക്കും കുട കാണില്ല. ഈ വാഴയുടെ ഇലയൊക്കെ വെട്ടിയിട്ട്, നമ്മളെ കൂടെ ഉള്ളവരൊക്കെ തന്നെ വാഴയിലെ ഇല വെട്ടിയിട്ട് ആ ഇല പിടിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ചിലർക്ക് പിറ്റേന്ന് പനി പിടിക്കും, ചിലർ കുറേ കഴിയുമ്പോൾ അതിന് റെസിസ്റ്റൻസ് പവർ ഉണ്ടാവും. കുറച്ച് ദിവസം നനയുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ജലദോഷമൊക്കെ മാറും. എനിക്കൊക്കെ കുട ഉണ്ടെങ്കിൽ നമ്മൾ ആ കുട എടുക്കാതെ പോയിട്ട് ഇവരുടെ കൂടെ തന്നെ വാഴയിലയിലും അല്ലെങ്കിൽ നനഞ്ഞുകൊണ്ടൊക്കെ വരുന്നുണ്ടായത്. അവിടെ നിന്നാണ് പൊതുപ്രവർത്തനവും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും നടത്തുവാനുള്ള ഒരു ആവേശം ഉൾക്കൊണ്ടത്. പക്ഷേ അന്ന് മനസ്സിൽ പതിഞ്ഞു പോയ ഈ ബാഗും ബുക്കുമില്ലാതെ വരുന്ന, ടിഫിൻ ബോക്സ് ഇല്ലാതെ വരുന്ന, ഇങ്ങനെയൊക്കെ ഉള്ളവരുടെയൊക്കെ തന്നെ ഒരു വേദന അന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ കണ്ടപ്പോഴേക്കും നമുക്ക് ഒരു ഉത്തരവാദിത്വം ലഭിച്ചാൽ, അധികാരം, ഒരവസരം ലഭിച്ചാൽ പരമാവധി അത്തരത്തിലുള്ള ജനതയെ സഹായിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് നമ്മളിതൊക്കെ തന്നെ ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ചത്. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്നും, കോർപ്പറേഷന് വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് ഫണ്ടിൽ നിന്നും കോർപ്പറേഷൻ ഫണ്ടിൽ നിന്നും 1 രൂപ പോലും ഇതിനെടുക്കാൻ പാടില്ല. കാരണം അങ്ങനെ പണമെടുത്ത് നടത്താൻ വളരെ എളുപ്പമാണ്. മേയർ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരു ടീം തീരുമാനിച്ചു കഴിഞ്ഞാൽ കോർപ്പറേഷന്റെ ഓൺ ഫണ്ടിൽ നിന്ന് എത്ര പൈസ വേണമെങ്കിലും എടുത്തൊക്കെ വാങ്ങിക്കാം. അങ്ങനെ വാങ്ങുമ്പോൾ നാട്ടിൽ റോഡ് ടാർ ചെയ്യാനുള്ള, കെട്ടിടങ്ങൾ കെട്ടുവാനുള്ള, മറ്റുള്ള പ്രവർത്തനങ്ങളുടെ പണമാണ് അവിടെ കുറയുന്നത്. അതുകൊണ്ട് അതിൽ നിന്നും പണം എടുക്കാതെ നമ്മെ സഹായിക്കാൻ തയ്യാറുള്ള നിരവധി ബാങ്കുകൾ നമ്മളെ സഹായിക്കാൻ തയ്യാറുണ്ട്, നിരവധി വ്യക്തികൾ തയ്യാറുണ്ട്. അവരിൽ നിന്നും സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, അത് ക്യാഷായിട്ട് സ്വീകരിക്കാതെ, ഇപ്പോൾ നമ്മൾ നടത്തുന്ന മേയർ കെയർ എന്നുള്ള പദ്ധതിയിലൂടെ കുട്ടികൾക്ക് ബാഗും ബുക്കും ഒക്കെയാണ്, അത് കിറ്റായിട്ട് വാങ്ങിത്തരിക. ഇത്ര നേരത്തെ ബഹുമാനപ്പെട്ട ഉദയചേട്ടൻ പറഞ്ഞതുപോലെ ഇന്ന സാധനങ്ങൾ അടങ്ങുന്ന കിറ്റായിട്ട് വാങ്ങിത്തരിക എന്ന് പറയുന്നു. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, 2-3 ദിവസം കൊണ്ട് തന്നെയാണ് 5000-ൽ പരം കിറ്റുകൾക്കുള്ള വാഗ്ദാനം ലഭിച്ചു എന്ന് മാത്രമല്ല, കിറ്റുകൾ തന്നെ 2-3 ദിവസങ്ങൾ കൊണ്ട് കോർപ്പറേഷനിൽ എത്തിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം. അതിനുശേഷം പല ഓൺലൈൻ മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ, അതുപോലെ തന്നെ പെയിൻസ്ട്രീം മീഡിയ ഒക്കെ തന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓൺലൈൻ ചാനലുകളിലൊക്കെ തന്നെ നിരന്തരമായി വരുന്ന ഈ പദ്ധതിയെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്നലെ രാത്രിയിൽ ഒരു 10-11 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് കിറ്റ് പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴേക്ക് എനിക്ക് ദുബായിൽ നിന്ന് മറ്റൊരു കോൾ വന്നു. ഞാൻ എടുത്തിട്ട് സ്പീക്കർ ഇട്ട് എൻ്റെ ചുറ്റുമുള്ള ബീനയൊക്കെ അടുത്ത്, ഗിരിയൊക്കെ അടുത്ത് നിൽക്കുകയായിരുന്നു. അവരെ കളിപ്പിച്ചു. ദുബായിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത്, എനിക്ക് 10 കിറ്റ് വാങ്ങിച്ചു തരാം, 10,000 രൂപ 15,000 രൂപയ്ക്കകത്താവും, 10 കിറ്റ് വാങ്ങിച്ചു. എവിടെയാണ് തരേണ്ടത്?
ഇന്നലെ ഇത് കഴിഞ്ഞ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ റിപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഇന്ന് രാവിലെ വീണ്ടും സാർ എവിടെയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആരെ കയ്യിലാണ് ഏൽപ്പിക്കേണ്ടത്? വേറൊരാൾ വിളിച്ചിട്ട് 25 കിറ്റ് ഞങ്ങൾ എത്തിച്ചു തരാം. ടാൻസാനിയയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് 300 കിറ്റ് ഞങ്ങൾ എത്തിച്ചു തരാം. ഇങ്ങനെ ഈ പദ്ധതിയായി മുന്നോട്ട് പോയപ്പോൾ 5000 കിറ്റ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിരവധി, നിങ്ങൾക്കൊക്കെ അറിയാം, ഇതിൽ വരുന്ന പോസ്റ്റുകളുടെ അടിയിൽ വരുന്ന കമന്റ് കണ്ടു കഴിഞ്ഞാൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ എത്തിച്ചേരാൻ തയ്യാറാണ്. അപ്പോൾ ഇത് ഈ കോർപ്പറേഷനോടും ഭരണസമിതിയോടുമുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏറ്റവും സന്തോഷകരമായ കാര്യം, ഇപ്പോൾ ഇവിടെ LDFിന്റെയും UDFിന്റെയും ഒക്കെ ഉൾപ്പെടെ കൗൺസിലർമാർ വേദിയിലുമുണ്ട്, സദസ്സിലുമുണ്ട്. അവരൊക്കെ തന്നെ ഈ പദ്ധതിയിൽ പങ്കുചേർന്നുകൊണ്ട് ഇന്നലെയൊക്കെ നന്നായിട്ട്, ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല, നന്നായിട്ട് അധ്വാനം ചെയ്തുകൊണ്ട് പാക്ക് ചെയ്യാനും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൽ വേറൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതാരും തന്നെ ഇതിൽ നൽകുന്ന കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് ഞങ്ങൾ ആരുമല്ല. വിദ്യാഭ്യാസ വകുപ്പാണ് ലിസ്റ്റ് എടുക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിനോട് പറഞ്ഞിട്ടുള്ളത്, അധ്യാപകരോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളാണ് കുട്ടികളോടൊപ്പം ജീവിക്കുന്നത്. അപ്പം നിങ്ങൾക്കാണ് ഏറ്റവും ആവശ്യക്കാർ ആരാണെന്ന് അറിയാൻ സാധിക്കുന്നത് നിങ്ങൾക്കാണ്. അവർ കൊണ്ടുവരുന്ന ലിസ്റ്റ് അനുസരിച്ചിട്ട് ഇന്ന് കുറച്ച് പേർക്ക് കുറച്ച് നൽകും. ബാക്കി കുട്ടികൾക്ക് കോർപ്പറേഷന്റെ വകയായിട്ട് തന്നെ സ്കൂളുകളിൽ എത്തിച്ചേരും. ഞങ്ങളുടെ ചിലവിൽ തന്നെ സ്കൂളുകൾക്ക്. പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന അധ്യാപകർ ഒരു കാര്യം ശ്രദ്ധിക്കുക, അവരുടെ ആ അധ്യാപകരുടെ മേധാവി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളിത് കിട്ടിക്കഴിഞ്ഞാൽ അതാത് വാർഡുകളിലുള്ള കൗൺസിലർമാരെ വിളിക്കണം. സ്കൂളുകളിൽ നിന്നും കൗൺസിലർമാരെ അങ്ങോട്ട് വിളിച്ചിട്ട് കോർപ്പറേഷനിലെ കിറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ കൗൺസിലറുടെ കൂടെ നോക്കി സൗകര്യം നോക്കിയിട്ട് മാത്രമേ അത് ചെയ്യാവുകയുള്ളൂ. കൗൺസിലർമാരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ചെയ്യാവുകയുള്ളൂ. 101 വാർഡിലെയും കൗൺസിലർമാരെ സ്കൂളിൽ നിന്നും അറിയിക്കണം. കുട്ടികളെ സെലക്ട് ചെയ്ത അധ്യാപകരാണ്. കാരണം ജനപ്രതിനിധികൾ ഇത്തരത്തിലുള്ള പൊതുവിദ്യാലയങ്ങളുമായി നിരന്തരം ബന്ധപ്പെടണം. കാരണം നേരത്തെ ബഹുമാനപ്പെട്ട ചെയർമാൻ പറഞ്ഞല്ലോ, കോടിക്കണക്കിന് രൂപയാണ് സ്കൂളുകളുടെ നവീകരണത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അത് നടപ്പിലാക്കണമെങ്കിൽ കൗൺസിലർമാരുടെ നിരന്തര ഇടപെടൽ വേണം. അപ്പോൾ കൗൺസിലർമാരും ആരോഗ്യ സ്ഥാപനങ്ങളുമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ടുള്ള നിരന്തരം ഒരു ഇടപെടലും ബന്ധവും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ കൗൺസിലർമാരെ കൃത്യമായിട്ട് എല്ലാ സ്കൂളുകളിൽ നിന്ന് അറിയിക്കണം. ഞങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. ഞങ്ങളുടെ കോർപ്പറേഷന്റെ ചെലവ് തന്നെ ഇത് എത്തിച്ചേരുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി. പ്രിയപ്പെട്ടവരെ, ഈ മേയർ കെയർ ഇത്രയും ആയപ്പോഴേക്കും പലരും ആവശ്യപ്പെടുന്നുണ്ട്, ഇതിൽ മാത്രം ചുരുക്കരുത്, മറ്റു പല കാര്യങ്ങളിലേക്കും പോകണമെന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. മാത്രവുമല്ല, ചെമ്പഴന്തി ഇതേറ്റം പറഞ്ഞത് ഏകദേശം ഒരു 45,000 കുട്ടികളാണ് ഈ കോർപ്പറേഷൻ ആകെ ഉള്ളതെന്നാണ്. ഒന്ന് കാര്യമായിട്ട് തിരുവനന്തപുരം മനസ്സ് വെച്ചാൽ, എല്ലാ CSR തരാൻ തയ്യാറുള്ള എല്ലാ സ്ഥാപനങ്ങളും മനസ്സ് വെച്ചാൽ, അടുത്ത വർഷം, ഞാനൊരു വാഗ്ദാനമായി ഇപ്പോൾ പറയുന്നില്ല, അടുത്ത വർഷം തിരുവനന്തപുരം നഗരത്തിൽ പഠിക്കുന്ന സ്കൂളുകളിലെ മുഴുവൻ കുട്ടികൾക്ക് നമുക്ക് ഇത്തരത്തിൽ ഒരു കൈത്താങ്ങ് ആവാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത 10 മടങ്ങായിട്ട് വർദ്ധിക്കുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കുട്ടികൾ നമ്മുടെ നാടിന്റെ കരുത്താണ്, നമ്മുടെ സമ്പത്താണ്. ആ കുട്ടികളെ മുഴുവനും തന്നെ സ്വന്തം കുഞ്ഞുങ്ങളായി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന 101 കൗൺസിലർമാരാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉള്ളത് എന്നുള്ളത് ലോകത്തിന് തന്നെ ഒരു സന്ദേശമായി മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു പഠനോപകരണ കിറ്റ് വിതരണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, നമുക്ക് സമയപരിമിതിയുണ്ട്, തിരക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട 5 സ്കൂളുകളുടെ പേരുകളാണ് ഇപ്പോൾ വിളിക്കുന്നത്. അവിടുത്തെ പ്രഥമ അധ്യാപകർ എത്തിച്ചേർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അധ്യാപകരാരെങ്കിലും വേദിയിലോട്ട് വന്ന് ഇത് വാങ്ങിക്കേണ്ടതാണ്. യുപിക്ക് ഒരു കിറ്റും ഹൈസ്കൂളിന് ഒരു കിറ്റും എന്ന നിലയ്ക്കാണ്. അപ്പൊ ദയവായി എല്ലാവരും ഒന്ന് സഹകരിക്കുക. അപ്പൊ ഇതിന് ശേഷം, ഈ ചടങ്ങിന് ശേഷം ബാക്കിയുള്ളവരുടെ കിറ്റ് ഉടനെ തന്നെ കൗൺസിൽ ലോഞ്ചിൽ വെച്ച് വിതരണം ചെയ്യുന്നതാണ്. അപ്പൊ പേര് വിളിക്കുന്നതനുസരിച്ച് അധ്യാപകർ മാത്രം ദയവായി വേദിയിലേക്ക് വരിക. നമുക്ക് തിരക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. ആദ്യം പേരൂർക്കട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. പേരൂർക്കട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ വേദിയിലേക്ക് വരിക. അക്രമം അനുസരിച്ചൊന്ന് പറയാം. അടുത്ത വലിയശാല ഗവൺമെന്റ് മോഡൽ HSS ആണ്. അതിനുശേഷം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് HS, കരമന ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സിറ്റി സ്കൂൾ PMG. ഈ ഒരു ക്രമത്തിലാണ് വിളിക്കുന്നത്. ആദ്യം വേദിയിലേക്ക് വരേണ്ടത് പേരൂർക്കട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ വേദിയിൽ എത്തിച്ചേരേണ്ടതാണ്. UP സ്കൂളിന്റെ ഒരു കിറ്റും ഹൈസ്കൂളിന്റെ ഒരു കിറ്റുമാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. പേരൂർക്കട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠന കിറ്റ് വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്.
UP സ്കൂളിന് ഒരു കിറ്റും ഹൈസ്കൂളിന് ഒരു കിറ്റും ഇപ്പോൾ നൽകി പ്രതീകാത്മകമായിട്ടാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. എല്ലാവരും വലിയൊരു പ്രോത്സാഹനം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. പേരൂർക്കട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർക്ക്. അടുത്തതായി ഗവൺമെന്റ് മോഡൽ HSS വലിയശാല സ്കൂളിലെ അധ്യാപകർ, കൗൺസിലർ ദയവായി ഒപ്പം ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹൈസ്കൂൾ മാത്രമാണുള്ളത്. ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ഒരു പഠന കിറ്റാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. ഇത് പ്രതീകാത്മകമായാണ് ഈ ഉദ്ഘാടനം ചെയ്യുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ള പഠന കിറ്റുകൾ ഇവിടെ ഉണ്ട്. ഈ ചടങ്ങിന് ശേഷം കൗൺസിൽ ലോഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വാഹനമായി വന്നിട്ടുള്ളവർക്ക് ഉടനെ തന്നെ നിങ്ങളുടെ പഠന കിറ്റുമായി തിരിച്ചു പോകാവുന്നതാണ്. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ. HSലെ കിറ്റ് ഏറ്റുവാങ്ങുന്നതിനായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടൺ ഹില്ലിലെ കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹൈസ്കൂളിന്റെ ഒരു കിറ്റാണ് ഇപ്പോൾ പ്രതീകാത്മകമായി നമ്മൾ ഉദ്ഘാടന ചടങ്ങിൽ ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്തതായി ക്ഷണിക്കുന്നു കരമന ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ. UPയുടെ കിറ്റും HSന്റെ കിറ്റും ഏറ്റുവാങ്ങുന്നതിനായി കരമന ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. HSന്റെ കിറ്റും UPയുടെ കിറ്റുമാണ് കരമന ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് നൽകുന്നത്. അധ്യാപകർക്ക് നന്ദി. ഇനി ഒരു സ്കൂളിനെ കൂടെയാണ് നമ്മൾ ഈ വേദിയിലേക്ക് ഇപ്പോൾ ക്ഷണിക്കുന്നത്. സിറ്റി സ്കൂൾ PMG. സിറ്റി സ്കൂൾ PMGയിലെ അധ്യാപകരെ പഠന കിറ്റ് ഏറ്റുവാങ്ങുന്നതിലേക്കായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് സമയപരിമിതിയുണ്ട്. അതുകൊണ്ടാണ് എല്ലാ സ്കൂളുകളെയും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയാത്തത്. സിറ്റി സ്കൂൾ PMG HSലെ ഒരു കിറ്റ് ഏറ്റുവാങ്ങിയിരിക്കുന്നു.